ക്ലാസ് റൂമിന്റെ സീലിംഗ് അടർന്നു വീണ് വിദ്യാർത്ഥിക്ക് പരുക്കേറ്റു. കിളിമാനൂർ ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ 10ാം ക്ലാസ് റൂമിന്റെ സീലിംഗ് ആണ് അടർന്നു വീണത്. ക്ലാസ് നടക്കുന്നതിനിടെ വിദ്യാർത്ഥിയുടെ തലയിലേക്ക് ഈ സീലിംഗ് അടർന്നു വീഴുകയായിരുന്നു. MG പ്രതീഷ് ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി. പ്രതീഷ്, ഞെട്ടിക്കുന്ന വാർത്ത തന്നെയാണ്. വല്ലാത്ത ആശങ്ക തോന്നുന്നു. ഇത് എന്താണ് സംഭവിച്ചത്? ഈ സീലിംഗ് ഇങ്ങനെ അടർന്നു വീഴാൻ മാത്രം? സ്മിത, ഇന്ന് ഉച്ചയോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. തിരുവനന്തപുരം കിളിമാനൂർ മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ 10ാം ക്ലാസ്സിലാണ് സീലിംഗ് അടർന്നു വീഴുകയും അത് വിദ്യാർത്ഥി കൂടെ ദേഹത്ത് വീഴുകയും ചെയ്തത്. വിദ്യാർത്ഥിക്ക് സാരമായി പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ 2 നിലകളുള്ള കെട്ടിടത്തിന്റെ മുകളിലത്തെ നിലയിലാണ് സീലിംഗ് ഇങ്ങനെ വിദ്യാർത്ഥിയുടെ ദേഹത്ത് കൂടി വീണത്. ഈ ഉടൻ തന്നെ വിദ്യാർത്ഥിയെ തൊട്ടടുത്തുള്ള ഒരു സാമൂഹ്യ കേന്ദ്രത്തിൽ ആരോഗ്യ കേന്ദ്രത്തിൽ പ്രവേശിപ്പിക്കുകയും പ്രാഥമിക ചികിത്സ നൽകുകയും ചെയ്തിട്ടുണ്ട്. വിദ്യാർത്ഥിയുടെ പരിക്ക് ഗുരുതരമല്ല. പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം തുടർന്ന് ഈ വിദ്യാർത്ഥിയെ സ്കൂളിൽ തന്നെ കൊണ്ടുവരികയും ക്ലാസ് തുടരുകയും ചെയ്തു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. പക്ഷേ ഈ സംഭവം ഉണ്ടായ ഉടൻ തന്നെ ഈ ക്ലാസ്സിൽ നിന്ന് മുഴുവൻ കുട്ടികളെയും മറ്റൊരു സുരക്ഷിത സ്ഥലത്തേക്ക് മാറ്റിയാണ് പിന്നീട് ക്ലാസ് തുടർന്നത്. ഏകദേശം 50 വർഷത്തോളം പഴക്കമുണ്ട് ഈ കെട്ടിടത്തിന് എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഈ മുകളിലത്തെ സീലിംഗിന്റെ ഒരു ഭാഗമാണ് അടർന്നു വീണത്. നമുക്കത് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുമെന്ന് മനസ്സിലാക്കുന്നു. ആ സീലിംഗ് അടർന്നു വീണ ഭാഗത്ത് ഇരുമ്പിന്റെ ദൃശ്യങ്ങളടക്കം നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ ഒരു പാളിയാണ് ഈ ക്ലാസ് നടക്കുന്നതിനിടെ താഴേക്ക് അടർന്നു വീഴുകയും അത് ഈ ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്ന ഒരു വിദ്യാർത്ഥിയുടെ ദേഹത്ത് തന്നെ അത് പതിക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും വലിയൊരു അപകടമാണ് ഒഴിവായിട്ടുള്ളത്. ഇത്തരത്തിൽ പഴക്കമുള്ളൊരു കെട്ടിടമാണ് എന്നതാണ് നമുക്ക് അറിയാൻ കഴിയുന്ന കാര്യം. അതുകൊണ്ട് തന്നെ എത്രയും വേഗം ആ കുട്ടികളെ മുഴുവൻ ആ ക്ലാസ്സിൽ നിന്ന് മാറ്റി പിന്നീട് മറ്റൊരു സ്ഥലത്താണ് ഈ ക്ലാസ് തുടർന്നിട്ടുള്ളത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട പരിശോധന നടത്തുമെന്ന് സ്കൂൾ അധികൃതർ അറിയിച്ചിട്ടുണ്ട്. ഈ നേരത്തെ ഈ ഇരുനില കെട്ടിടത്തിന് മുകളിൽ ഷീറ്റ് ഇടണമെന്നൊരു ആവശ്യം സ്കൂൾ അധികൃതർ തുടർച്ചയായി പറയുന്നുണ്ട്. ഈ കനത്ത ചൂടിനെ തുടർന്ന് ഇത്തരത്തിൽ പൊളിഞ്ഞു വീണതാകാമെന്നുള്ള ഒരു അതായത് പ്രതീക്ഷ ഇത് പെട്ടെന്നുണ്ടായതാണോ എന്നതാണോ സ്കൂൾ അധികൃതരുടെ വിശദീകരണം? അതോ ഇതിങ്ങനെ അടർന്നിരുന്നതാണോ? അങ്ങനെ എന്തെങ്കിലും ഒരു അലംഭാവം അധികൃതരുടെ ഭാഗത്തുണ്ടായിട്ടുണ്ടോ? പ്രിൻസിപ്പൽ അല്ലെങ്കിൽ ഹെഡ് മാസ്റ്ററോട് നമ്മൾ സംസാരിക്കുമ്പോൾ എന്താണ് പറഞ്ഞത്? അനുജ, പ്രാഥമികമായും പറയുന്നത് അത്തരത്തിലൊരു വീഴ്ച ഉണ്ടായിട്ടില്ല. കാരണം ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് ഇത്തരത്തിൽ ഈ ഒരു സീലിംഗിന്റെ ഒരു പാളി ക്ലാസ് റൂമിലേക്ക് അടർന്നു വീണത് എന്നതാണ് പറയുന്ന കാര്യം. ഈ മറ്റിടങ്ങളിൽ തന്നെ ആ ക്ലാസ് റൂമിന്റെ മറ്റിടങ്ങളിൽ തന്നെ അത്തരത്തിൽ ഒരു അപകടാവസ്ഥയിലുള്ളൊരു സാഹചര്യം ഉണ്ടായിട്ടില്ല. പക്ഷേ ഈ കെട്ടിടത്തിന് 50 വർഷത്തോളം പഴക്കമുണ്ട് എന്നതാണ് നമുക്ക് അന്വേഷിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. അങ്ങനെയാണ് അപ്രതീക്ഷിതമായി ഈ ഉച്ചയ്ക്ക് ക്ലാസ് നടക്കുന്ന സമയത്ത് ഈ ഒരു സീലിംഗിന്റെ ഒരു ഭാഗം അടർന്ന് താഴേക്ക് പതിക്കുന്നു. എന്തായാലും ഈ മറ്റ് വലിയ അപകടങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. അപ്പോൾ തന്നെ ഈ ക്ലാസ് റൂം അവിടെ നിന്ന് മാറ്റുകയും ഈ കുട്ടികളെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട് എന്നതാണ് സ്കൂൾ അധികൃതർ അറിയിക്കുന്ന കാര്യം. എന്തായാലും ഇതിന്റെ ഈ ഫിറ്റ്നസ് അടക്കമുള്ള കാര്യങ്ങൾ ഇനി വരും ദിവസങ്ങളിൽ പരിശോധന നടത്തേണ്ടിയിരിക്കുന്നു. കാരണം തുടർന്നും ഈ കുട്ടികളെ അവിടെ പ്രവേശിപ്പിക്കണമെങ്കിൽ ഇത്തരമൊരു സംഭവം ഉണ്ടായ പശ്ചാത്തലത്തിൽ കൃത്യമായൊരു പരിശോധന അത്യാവശ്യമാണ്. ആ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ ഇനി ആ ക്ലാസ് റൂമുകളിൽ അല്ലെങ്കിൽ ആ കെട്ടിടത്തിൽ കുട്ടികളെ പ്രവേശിപ്പിക്കൂ എന്നുള്ളൊരു വിശദീകരണം എന്തായാലും സ്കൂൾ അധികൃതർ നടത്തിയിട്ടുണ്ട്. ഈ നാളെയോടുകൂടി തന്നെ കൂടുതൽ പരിശോധനകൾ ഇതുമായി ബന്ധപ്പെട്ട് നടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. കിളിമാനൂർ ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ക്ലാസ് റൂമിന്റെ സീലിംഗ് അടർന്നു വീണ് വിദ്യാർത്ഥിക്ക് 10ാം ക്ലാസ് വിദ്യാർത്ഥിക്ക് പരുക്കേറ്റത്. വലിയൊരു അപകടം ഏതായാലും ഒഴിവായിട്ടുണ്ട് എന്നുള്ളതാണ്. ആ ക്ലാസ് മുറിയിൽ ഇനി പഠനം ഉണ്ടാകില്ല എന്ന് സ്കൂൾ അധികൃതർ അറിയിക്കുന്നു.